5 ആണ്. എല്ലാവർക്കും എന്ത് തോന്നുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമാണ് മക്കളെ, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ സോങ്സ് മിക്കവാറും ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ സോങ്സ് കുറച്ചേ കേൾക്കുള്ളൂ, ബാക്കി ഞാൻ കട്ട് ചെയ്തിടും. പിന്നെ നിങ്ങൾ അത് അതിൻ്റേതായിട്ടുള്ള ഇതിൽ അല്ലെങ്കിൽ ഞാൻ സൗണ്ട് കുറയ്ക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലേ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്തിടാൻ പറ്റില്ല. ഈ വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലുമായിരിക്കും. അപ്പോൾ എങ്ങനെ ക്ലാസ്സിലോട്ട് പോകല്ലേ? വാ നമുക്ക് വാ. എക്സ്ക്യൂസ് മീ. ഹലോ, ഞാനിവിടെ ന്യൂ ആണ്. എനിക്ക് പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഒന്ന് കാണിച്ചു തരുമോ? അതിനെന്താ, കാണിച്ചു തരാമല്ലോ. ഹോയ് മിസ്റ്റർ, കാണിച്ചു തരണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. അപ്പൊ അവിടെ പ്രിൻസിപ്പളിന്റെ ഓഫീസിന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പ്രിൻസിപ്പളിന്റെ ഓഫീസ്. പ്ലീസ് ഒന്ന് കാണിച്ചു തരുമോ? എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് ഇത്? തന്നോടല്ലേ പറഞ്ഞ നേരെ പോയി ലെഫ്റ്റ് എന്ന്? തനിക്ക് ലെഫ്റ്റ് റൈറ്റ് അറിയാത്ത കഴുതയാണ് താൻ. ഒന്ന് പോയടോ. നീടെ എന്നെ എടാ നിക്കടാ. അറിയില്ലായിരിക്കും, ഞാൻ പോയി കാണിച്ചു കൊടുത്തിട്ട് വരാം. നിത്യ, ഞാൻ പോകട്ടെ. പോയിട്ട് വാ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാം. നിഷ പറയാതെ വിഷു കാണിച്ചേ. നീ എന്തിനാ അവളെ അവന്റെ കൂടെ വിട്ടത്? നീ അവളുടെ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നല്ലോ, എന്നിട്ട് നീ തന്നെ വിട്ടോ? ഒന്ന് നിർത്തു പെണ്ണേ, എന്താ ഇത്? എടി വാഷ്റൂം വരെ പോയിട്ട് വരാം. വാ, എന്നോട് വാ. കുറച്ചു പിന്നെ വീട്ടിലിറങ്ങുന്നതിന് ബാത്റൂമിൽ പോയല്ലേ? എന്നാടി? എടി, എനിക്ക് തോന്നുന്നു എനിക്ക് ഡേറ്റ് ആയിന്ന്. ഒരു വല്ലാത്തൊരു വയറുവേദന. ആണോ? നിനക്ക് ഡേറ്റ് ആയോ? അല്ല, ഇന്ന് നീ പ്രശ്നം നീ നേരത്തെ ആണല്ലോ. ഓ, അല്ലെങ്കിൽ നിനക്കല്ലേ ടീച്ചർ നേരത്തെ ആയാലും കൊടുത്തരാ. എന്തായാലും പാടെടുത്ത് കാണത്തില്ല അല്ലേ? ഇല്ലാടി, എനിക്ക് തോന്നിയില്ലാന്ന്. നമുക്ക് മിസ്സിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. ചിലപ്പോ മിസ് തന്നാലോ. എന്റെ മോളെ, ഇവിടുത്തെ വെക്കുന്നതിനേക്കാൾ നീ വെക്കാതെ നടക്കുന്ന നല്ലത്. അല്ല പിന്നെ പശവില്ല, കോപ്പില്ല, പിണ്ണാക്കില്ല. ഞാൻ എന്തായാലും വെളിയിൽ വാങ്ങിച്ചിട്ട് വരാം. നീ എന്തായാലും ഭക്ഷണം തോ. അല്ല, അവളെന്താ അവന്റെ കൂടെ? ആരവിടെ? ശരിയാണല്ലോ, ഇവളെന്താ ഇവന്റെ കൂടെ ഇരിക്കുന്നേ? നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. നീ എന്താ എവിടെ ഇരിക്കുന്നേ? വാ, നമ്മളോട് ഇരിക്കാം. എടി, ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. അത് മാത്രല്ല, നമ്മള് ഒരു ബെഞ്ചില് 2 പേര് വെച്ചല്ലേ ഇരിക്കാൻ പറ്റുമോ? ഞാൻ ഈ വന്നാലും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണ്ടേ? അതിനേക്കാൾ നല്ല ഇവന്റെ കൂടെ ഇരിക്കുന്നതല്ലേ. നിങ്ങൾ പൊക്കോ, ഞാനും ഇരുന്നോളാം. ഇവന് ഫ്രണ്ട്സും ഇല്ല, കമ്പനി ഇല്ല, ഞാനോട് ഇരിക്കാന്ന് വിചാരിച്ചു. എന്നാലും നിങ്ങൾ പൊക്കോട്ടോ. എന്തോ പറയാൻ വന്ന കൃഷ്ണേന്ദുവിന്റെ കയ്യിലായി നിത്യ പിടിച്ചു. അവൾ വേണ്ട എന്നുള്ള ഭാവത്തിൽ തലയാട്ടി. നീ എന്നാ ഇട്ടിരുന്നോ? ഞാനെന്നാ പറഞ്ഞോണ്ട് പോട്ടോ. എടി നിനക്ക് എന്തിന്റെ സൗകര്യം അറിയിച്ചു? നീ എന്തിനാ അവന്റെ കൂടെ അവളെ ഇരുത്തിയിട്ട് പോണേ? പറയാനൊക്കത്തില്ല, ഇപ്പോഴത്തെ കാലം കുട്ടികളുടെ മനസ്സ് ചായ. എടി, നീ എന്താ പറയുന്നേ? അവൾ അങ്ങനെ പെണ്ണല്ല. അവക്ക് നിന്റെ ഉണ്ണിയുടെ അടിയരുത്. അവള് വേറെ ആണിന് പുറകെ പോകത്തില്ല, നിനക്കറിയത്തില്ലേ? പിന്നെന്താ, ആ ഒരു വിശ്വാസത്തിലല്ലേ അവളെ എഴുതിക്കേ. നിന്നെ ആ സ്ഥലത്ത് ഞാൻ ഇരുത്തില്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇന്നേക്ക് വിഷ്ണു കോളേജിൽ വന്നിട്ട് 2 മാസമായി. ആ 2 മാസം കൊണ്ട് തന്നെ നിത്യയിൽ നിന്നും കൃഷ്ണേന്ദുവിൽ നിന്നും നിള വല്ലാണ്ട് അകന്നു. കൂടുതലും വിഷ്ണുവിൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അത് നിത്യയ്ക്കും കൃഷ്ണേന്ദുവിനും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അവളെ അവൻ തടഞ്ഞില്ല. അവസാനം കോളേജിൽ ഈ 2 മാസം കൊണ്ട് തന്നെ അവർ തമ്മിൽ റിലേഷനിലാണെന്നും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെന്നും ഒക്കെ ഒരുപാട് റൂമേഴ്സ് പകർന്നു. ആദ്യമൊന്നും നിത്യയും കൃഷ്ണേന്ദും ഇത് വിശ്വസിച്ചില്ലെങ്കിലും നിള കൂടുതലും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണെന്നുമ്പോൾ തന്നെ അവർക്കും ഒരു ഡൗട്ട് തോന്നി തുടങ്ങി. അതും അവൾക്ക് ഇന്നേ വരെ അവൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവന് വേണ്ടി ചെയ്യുന്ന കാണുമ്പോഴും അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവരും അത് വിശ്വസിച്ചു. നിളയും വിഷ്ണുവും പ്രണയത്തിലാണെന്ന് തന്നെ അവരും വിശ്വസിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് വീട്ടിൽ ഇതാരാ ഈ സമയത്ത്? നിളയല്ല, അവള് ഡാൻസ് പ്രാക്ടീസ് ആണല്ലോ വിഷ്ണുവിൻ്റെ കൂടെ. താമസിക്കായിരിക്കും. ഇപ്പൊ ഈ സമയത്ത് ആരാ? കിച്ചു പോയി ഡോർ ഓപ്പൺ ആക്കുന്നു. മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് കിച്ചു സന്തോഷത്തിൽ അവനോട് ചോദിച്ചു, നീയോ? നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അല്ല, നീ 1 മാസം കഴിഞ്ഞിട്ട് വരുമല്ലേ പറഞ്ഞേ? ആരാ? നിന്നെ കുഞ്ഞമ്മയായിരിക്കും പറഞ്ഞു. ഇതാണ് നമ്മുടെ ക്രിഷ്, നമ്മുടെ കൃഷ്ണേന്ദുവിന്റെ ടിങ് ബ്രദർ എന്നൊക്കെ പറയാം. ഉണ്ണീന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നമ്മുടെ കിച്ചു മാത്രമേ ഉള്ളൂ കിച്ചനുണ്ണി എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് അവളുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അവളുടെ സ്വന്തം ബ്രദറല്ലേ, നേരം എന്തെങ്കിലും ഒരു ഇത് വേണ്ട.
കൊനസ്റ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ കളിക്കുന്നത്. നമ്മുടെ നമ്മുടെ ക്രിഷ് ഇത്ര ദിവസം അവനാണെങ്കിൽ ഡാൻസറാണ്. അന്നേരം അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒത്തിരി ലെവേഴ്സ് അവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അന്നേരം ഇവന് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരുന്ന വഴിയാണ്. അവനിപ്പോൾ കോളേജ് ഓപ്പൺ ആക്കിയ പിന്നെ അവൻ കോളേജിലേക്ക് വന്നിട്ടില്ല. പ്രിൻസിക്കും ഒരു അഭിമാനമായതുകൊണ്ട് തന്നെ പ്രിൻസി ഇങ്ങനെ ഇട്ടേക്കാണ്. അങ്ങനെ ഇതിൽ അവൻ എല്ലാം കഴിഞ്ഞിട്ട് അവനാണ് ഫസ്റ്റ് പ്രൈസ്. അവനന്നേരം അതൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തോടെ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ പറഞ്ഞു. പക്ഷേ ഇവൻ നേരത്തെ വന്നുകൊണ്ടാണ് ഇവരിങ്ങനെ ഞെട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ നിലയുടെ വിഷയം, നിലയുടെ ബോയ് ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ കൃഷ്ണനുണ്ണി. ഇതാര് മടിയ നിത്യമോടോ? എന്നാടി നിച്ചു എന്നെ വിളിക്കുന്നില്ല, പറയുന്നില്ല, ഞാൻ ചെല്ലാണ് ചത്തെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണേ ഈ പൊന്നു ചേട്ടൻ. അല്ല, ഈ കൂട്ടത്തിൽ ഓർമ്മത്തിന്റെ തല ഇല്ലല്ലോ. മടിയർ ഗേൾഫ്രണ്ട് അവിടെ പോയി. എന്തിയടി അവളെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ നിത്യയും കൃഷ്ണേന്ദുവും നിലയെ പറ്റി ആലോചിച്ചത്. അവനോട് എന്ത് പറയുമെന്നൊന്നും അവർക്കറിയില്ല. എന്നാലും കുറേ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇവനതൊന്നും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം അവൻ അതുപോലെ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. നീയൊക്കെ എന്തായി പറയുന്നേ? ഈ വിഷ്ണു ആരാ? അതൊക്കെ ആരാ? എന്നാണ് പ്രശ്നം? അല്ല, ഇത് ഈ 2 മാസം കൊണ്ട് നീ എന്താ പറഞ്ഞിരുന്നേ? അവളെ എന്നെ മറന്ന് വേറൊരുത്തനെ പ്രണയിച്ചു തുടങ്ങിയെന്നാണോ? ഞങ്ങൾക്ക് അറിയില്ല ഉണ്ണിയേട്ടാ. അവൻ വന്നിട്ട് 2 മാസം ആയതുള്ളൂ. അവൾ ഞങ്ങളിൽ നിന്ന് ഒത്തിരി അകന്നു. അവൾ ഞങ്ങളോട് ഇപ്പൊ നേരത്തെ മിണ്ടുന്നില്ല, ഞങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അവന്റെ കൂടെ ഫുൾ ടൈം. അറിയോ, വീട്ടിൽ വന്ന് നിന്നാൽ പോലും അവനെ കോൾ ചെയ്തോണ്ടിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറ്റിയെന്ന്. എനിക്കറിയില്ല അവക്ക് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ട് അവനെ പ്രണയിക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ കോളേജ് മൊത്തത്തിൽ പറയുന്നത് അവരുടെ സ്നേഹത്തിലാണ്, കപ്പിൾസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ ഞങ്ങൾക്കും തോന്നുന്നു അത് സത്യമാണെന്ന്. എനിക്കത് വിശ്വസിക്കാൻ ഒക്കില്ല. നിങ്ങള് നാളെ നമുക്ക് കോളേജിൽ വെച്ച് കാണാം. ഞാൻ പോയി കിടക്കട്ടെ, എനിക്ക് ഫ്രഷ് ആവണം. നമ്മുടെ ഉണ്ണി നമ്മൾ പറഞ്ഞ കേക്കോടി, നീ വിഷമിക്കേണ്ട, നമുക്ക് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാം. അത് മാത്രല്ല, നാളെ കോളേജിൽ പരിപാടിയല്ലേ, അതും വിഷ്ണുവിന്റെ നിങ്ങളുടെ ഡാൻസ് ഉണ്ട്. അതവൻ ഒട്ടും സഹിക്കില്ല. അത് സത്യമാവും, സഹിക്കില്ല. പ്രത്യേകിച്ച് അവന്റെ കൂടെ കപ്പിൾ ഡാൻസ് കളിച്ചതുകൊണ്ട് ഒട്ടും സഹിക്കില്ല. കാരണം ഉണ്ണിയുടെ എത്ര വട്ടം അവളെ കപ്പിൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടല്ല. അവളെന്താ പറയുന്നത്, അവൾക്ക് ഡാൻസ് അറിയില്ല നല്ല. ഉണ്ണിയൊന്നും സഹിക്കില്ല എന്ന് തോന്നുന്നു. അറിയില്ല, നാളെ വരുന്നിടത്ത് വെച്ച് കാണത്തില്ല. അപ്പം നെക്സ്റ്റ് ഡേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡേ ആണ് കേട്ടോ. അന്നേരം അപ്പോഴാണ് നമ്മുടെ നീല ഉണ്ണീനെ കാണുന്നത്. കാരണം അവൾ വീട്ടിൽ നിന്നപ്പോൾ ലേറ്റായി. പിന്നെ ഉണ്ണി എന്താ റൂമിന് വെളി ഇറങ്ങാത്തത് കാരണം നീല ഉണ്ണീനെ കണ്ടിരുന്നു. രാവിലെ നമ്മുടെ കിച്ചുവിൻ്റെയും നിച്ചുവിൻ്റെയും വന്നപ്പോഴാണ് ഉണ്ണി വന്നു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞത്. ഉണ്ണിയേട്ടൻ നമ്മുടെ ഉണ്ണി നീളനെ കാണാത്ത രീതിയിൽ മൈൻഡ് ചെയ്യാതെ പോയി. അത് പക്ഷേ നിലയ്ക്ക് നല്ല വിഷമമായെങ്കിൽ നീല അത് പുറത്ത് കാണിച്ചില്ല കേട്ടോ. Everyone is welcome to this event. Today, this college has been started for 2 months. New freshers and students who are studying there are welcomed by the college principal on the stage. Students, all the programs that are going on here today, I believe everyone is ready. The first ever program is our very honored Nila and Vishnu on the stage. ഹായ് സാർ, ഞാൻ വന്നായിരുന്നു. ക്രിഷ്, ഓ മൈ ഡിയർ ബോയ്, കൺഗ്രാറ്റ്സ് ടാ. ഫസ്റ്റ് ഇവിടെ നിനക്ക് തന്നെയല്ലേ, ഈ കോളേജിന് അഭിമാനമാണോ നീ? പിന്നെ ഇന്ന് തന്നെ വന്നല്ലേ, അന്നേരം എന്തായാലും നിന്റെയും നിത്യയുടെ ഒരു ഡാൻസ് വേണം. സാർ, ഞാനത് പറയാനാ വന്നേ. എന്റെയും നിത്യയുടെ ഒരു ഡാൻസ് ഉണ്ട്.
അത് ഞങ്ങൾ പേര് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് നിത്യം പേര് കൊടുത്തില്ല. എന്തായാലും പറ്റുമെങ്കിൽ പെർഫോമൻസ് കുറവാണെങ്കിൽ വിളിക്ക്, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് പറച്ചിലാടാ കൃഷി ചെയ്ത്? ഈ 2 വർഷമായിട്ട് ഈ കോളേജിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കപ്പിൾ ഡാൻസ് കളിച്ചാലോ നിങ്ങള്? എത്രയോ പേര് നന്നായി കളിക്കുന്നു, പക്ഷെ നിങ്ങളത്ര ആരും എത്തിയിട്ടുണ്ടോ? ഇല്ല, ഇന്നേ വരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡാൻസ് ഇല്ലാതെ ഒരു ഇതില്ല. ഈ വർഷം നീ വരത്തില്ല, നിന്റെ ഡാൻസ് കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തിലായിരുന്നു പിള്ളേര്. നീ വന്നോണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും. എന്തായാലും നീ ഡാൻസ് കളിക്കും, ഞാൻ എന്തായാലും ആങ്കറിനെ ഒന്ന് കാണട്ടെ. നിത്യ വാ, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഉണ്ണിയേട്ടൻ നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ടോ? അല്ല, ഉണ്ണിയേട്ടൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതെ, ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ പ്രിൻസിയോട് പറഞ്ഞിട്ടുണ്ട്. വാ, കോസ്റ്റ്യൂം പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. I am very happy to make this announcement because who has shocked you for these 2 years is the person you wanted the performance to be, Mr. Krish and Nitya on the stage. കണ്ടിട്ട് എനിക്ക് സത്യമായിട്ട് ഇതുപോലെ നിങ്ങൾ ഇന്നലെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഭയങ്കര ഹാപ്പിയാ. താങ്ക് യു മൈ ഡാർലിംഗ്. എന്റെ പൊന്നുണ്ണി ഒരു രക്ഷയില്ല കേട്ടാ, നല്ലതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഉണ്ണി നിലയനെയും വിഷ്ണുവിനെയും ശ്രദ്ധിച്ചത്. അവർ എങ്ങോട്ടോ പോകുന്നത് കണ്ട് ഉണ്ണി അവരുടെ പുറകെ പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ഡാളിയ പൊളി ഡാൻസ് ആയിരുന്നു. മിസ് ചെയ്തടാ ഈ 2 മാസം നിന്നെ വല്ലാണ്ട്. എന്താടാ നീ എന്താ നോക്കുന്നേ? വെയിറ്റടാ, ഞാനിപ്പോ പോയിട്ട് വരാം. നിത്യ കൃഷ്ണന്റെ വെയിറ്റേ. ഇതിനെങ്ങോട്ടേക്കാ ധൃതി പിടിച്ചേ? ഒന്നുമില്ലടാ ടീച്ചർ, നീ തന്നെ. ഉണ്ണി പോയ വഴിയെ തന്നെ നിത്യയും കൃഷ്ണനും പോയിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണി ഇച്ചിരി നടന്നപ്പോഴാണ് അവിടെ വിഷ്ണുവും നിലയിൽ നിൽക്കുന്നത് കണ്ടേ. അവർ സംസാരിക്കുന്നത് നമ്മുടെ ഉണ്ണി കേൾക്കാണ് കേട്ടോ.
ദി പെണ്ണെ, ഐ തിങ്ക് ഐ ഫാൾ ഇൻ ലവ് വിത്ത് യു. നീ വിചാരിക്കുന്ന പോലെ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് നീ മാത്രം എന്റെ മനസ്സിൽ, നീ മാത്ര എന്റെ പെണ്ണ്. ഞാൻ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്താ നിനക്ക് വേണ്ടിയിട്ടാ എൻ്റെ എല്ലാ വർക്ക്സും കളഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. നീ എന്നെ റിജക്റ്റ് അടിക്കില്ല പെണ്ണ്. എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഐ ലവ് യു ഡി. ഇത് ചക്കരമുത്ത്. ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത ഏത് പെണ്ണാടാ എസ് പറയാനോ പറയുന്നേ? എന്നെ ഉണ്ണിയുടെ പോലെ എന്നെ ഇത്ര നന്നായിട്ട് പ്രപ്പോസ് ചെയ്താണത്ര. എന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പ്രപ്പോസൽ കേൾക്കുന്നത്. എസ്. എത്ര ധൈര്യം കേട്ടാ നിനക്ക് വേറെ ആരും പ്രണയിക്കാൻ കിട്ടിയില്ലേ? എന്റെ പെണ്ണിനെ മാത്രമേ കിട്ടുള്ളൂ. ഉണ്ണിയുടെ വിടവനെ, ഉണ്ണിയുടെ പ്ലീസ് വിട്, പ്ലീസ് ഉണ്ണിയുടെ മാറിക്ക് വിട്. ഉണ്ണി രണ്ടാമതായി അടിക്കാൻ കൈപൊക്കിയ സമയത്ത് നിളയ്ക്ക് പകരം കൊണ്ടത് നിത്യയുടെ കാരണത്താണ്. കാരണം നിത്യ അവളെ അടിക്കാതിരിക്കാൻ കയറി നിളയുടെ മുന്നിൽ നിന്നു. നീ എത്ര ധൈര്യം കേട്ടാടാ എന്റെ പെണ്ണിനെ കൈ വെച്ച്? നീ ആരാന്ന് ഒരു വിചാരം? ഇതോ മാറിയെന്നോ? നിനക്ക് നാണമില്ലേ? നിന്റെ പെണ്ണ് എന്റെ പെണ്ണെന്നൊക്കെ പറയാൻ. അവൾ ഉണ്ണേറ്റിന്റെ പെണ്ണാ, ഉണ്ണേറ്റിന്റെ മാത്രം, അല്ലാതെ നിന്റെ അല്ല. ഓക്കെ മിസ്റ്റർ വിഷ്ണു മഹാദേവ്. പിന്നെ വേറൊരു കാര്യം, താൻ എന്ത് ധൈര്യത്തിലാ അവളെ പ്രപ്പോസ് ചെയ്തേ? തനിക്ക് ആരാ അതിനുള്ള അധികാരം തന്നെ? അവളെ പ്രപ്പോസ് ചെയ്ത് അവളെ ഇഷ്ടമാണെന്ന് അറിയിച്ചിട്ട് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. നടക്കില്ലടോ, ഒന്നും നടക്കില്ല. അവളെ തനിക്ക് കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാത്രം. നീ വെറുത്താലും വെറുത്തില്ലെങ്കിൽ എനിക്ക് ഒരു പിണ്ണാക്കില്ലേ മോളെ. വിഷ്ണു പോലെ വിഷ്ണു ഉണ്ണിയേട്ട എന്നാ എനിക്ക് മാത്രം ഇങ്ങനെ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ നന്നായിട്ട് നല്ല വേഗത്തിൽ കടന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഫൈനൽ എക്സാമാണ്, ഫൈനൽ സെം എക്സാമാണ് വന്നെത്തിയിരിക്കുന്നത്. അന്നേരം ഇപ്പോഴും നമ്മുടെ നീള ഫുൾ ടൈം വിഷ്ണുവിനോടാണ് കേട്ടോ. ഇപ്പോൾ അവരോട് മിണ്ട പോലില്ല, അവരോട് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരോട് അധികം മിണ്ടില്ല. ഓക്കെ, അവരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കും, അല്ലാതെ വലിയ മിണ്ടാട്ടമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അന്നേരം ഒരു ദിവസം ശനിയാഴ്ച വൈകിട്ട് നിത്യ, കൃഷ്ണേന്ദു, നിള ഒന്നിങ്ങോട്ടൊന്ന് വരുമോ? ആ ഉണ്ണി, നീ വന്നോ? എത്ര നേരം അവിടെ പോയിട്ട്? ഇത്ര നേരം എവിടെ പോയി ചാവാൻ കിടക്കായിരുന്നു? ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇപ്പഴാണ് കയറി വരുന്നേ. എന്നാ വിളിച്ചെന്തിനാ? എടി അത് പിന്നെ ഞാനാണെങ്കിലും ഒരെണ്ണം വരെ പോയതാ. ഇത് 3 സാരിയാ. ഇത് പിടി. ഇത് നിത്യക്ക്, ഇത് നിളയ്ക്ക്, ഇത് കിച്ചുന്. എന്തായാലും എക്സാം ഒക്കെ വരുമല്ലേ, നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് നാളെ മോർണിംഗ് അമ്പലത്തിൽ പോവാം. എന്തായാലും റെഡി ആയിട്ടിരിക്കും എല്ലാരും. ഇതും പറഞ്ഞ് ഉണ്ണി അവിടെ നിന്ന് പോയി. കിച്ചുവും നിത്യയും നീളയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അവർ അവരുടെ റൂമിൽ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മോർണിംഗ് സാറ്റർഡേ അവർ അമ്പലത്തിൽ പോകാൻ റെഡി ആവാണ് കേട്ടോ. എല്ലാവരും നല്ല പൊളിയായിട്ട് തന്നെ ഒരുങ്ങിയിറങ്ങി. നിത്യയും നിളയും കിച്ചുവിനെ എല്ലാം കാണാൻ ഭംഗിയായിരുന്നു. അതിനകത്ത് നിത്യയ്ക്കും കിച്ചുവിനും ഡൗട്ട് വന്നൊരു കാര്യം, നമ്മുടെ നിളയുടെയും ഉണ്ണിയുടെയും ഡ്രസ്സിൻ്റെ കളർ ഏകദേശം മാച്ചിങ് ഒരേ കളറാണ്. അതൊന്ന് അവർ അപ്പോൾ ഒന്ന് സംശയം നിർത്തി. എന്നിട്ട് അവരൊന്ന് ഇതിൽ വല്ലാതെ ഉണ്ണിയെ നോക്കിയതെങ്കിലും ഉണ്ണി തിരിച്ചൊരു മറുപടി ഇല്ലാതെ കാറി കയറാന്ന് പറഞ്ഞ് അവർ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ ചെന്നിട്ട് കിച്ചു അങ്ങോട്ട് നോക്കി, നമ്മുടെ കുടുംബക്കാര് ഫുള്ളുണ്ടോ നടയില്? എന്താ അവിടെ സംഭവം? എല്ലാരും നമ്മള് പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും അല്ലേ? ആയിരിക്കാം. എന്നാലും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും എന്താ ആവശ്യമുണ്ട്? ഇതിപ്പോ നമ്മുടെ മൂന്നിന്റെ അച്ഛനും എല്ലാരും ഉണ്ടല്ലോ. ഇതെന്തായാലും സംഭവം? നമ്മളെ ചിരിച്ചുകൊണ്ട് വേണ്ട സ്വാഗതം ചെയ്തു. അപ്പൊ അങ്ങോട്ടേക്ക് വന്നോണ്ട് ഉണ്ണിയണ്ണൻ അവിടെ പോയി. വാ, നിങ്ങൾ പോയി തൊഴുതിട്ട് വാടാ. ഇത്രയും നിങ്ങളെന്തായാലും പോയി തൊഴുട്ടോ, ഞങ്ങളെല്ലാം തൊഴുതിട്ടിരിക്കുക. അങ്ങനെ നമ്മുടെ നിത്യയും കിച്ചുവും നിളയും ഉണ്ണിയും തൊഴുത് എല്ലാം ഇതായിട്ട് അവരുടെ അടുത്ത് തന്നെ വന്നു. അപ്പോഴാണ് പോറ്റി അവിടേക്ക് ഇറങ്ങി വരുന്നത്. മക്കളെ, നിങ്ങള് നന്നായി തന്നെ തൊഴുതുല്ലോ അല്ലേ?
ആ ഞങ്ങൾ തൊഴുതു. ജയദേവേ മുന്നിലേക്ക് വരൂ. ദാ ഇത് മകന്റെ കയ്യിലേക്ക് കൊടുക്കൂ. താലിയോ? ആ പ്രസാദത്തിൽ നിന്ന് അദ്ദേഹം എടുത്തത് ഒരു താലിമാലയായിരുന്നു. അത് കണ്ട് നമ്മുടെ നിളയും നിത്യയും കിച്ചുവും ഒരുപോലെ ഷോക്കായി. കാരണം ഇവർക്കറിയില്ലായിരുന്നു എന്താ ഇവിടെ ഇപ്പം ഇനി നടക്കാൻ പോകുന്നതെന്ന്. ജയദേവ്, അതായത് നമ്മുടെ നിളയുടെ അച്ഛൻ, അതെടുത്ത് നമ്മുടെ ഉണ്ണിയുടെ കയ്യിലേക്ക് കൊടുത്തു. എടി എടി ഇതെന്താ ഇവിടെ നടക്കുന്നേ? എന്നതാ ഇത്? ഉണ്ണിന്റെ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോണോ? എന്ത് കല്യാണം? ദാടി ഉണ്ണിയായിട്ട് നമ്മളെ കളിച്ച് ദാടി കെട്ടി. എന്താ നില, ഷോക്കാണോ? ഞാൻ പറഞ്ഞതല്ലേ നില, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. സ്വമായി ഒള്ളിമായി ഒരു വിഷ്ണുവിനും ഒരു ചെറ്റയ്ക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ. ഇതാ നോക്കി, നിന്റെ വിഷ്ണുചേട്ടൻ നിന്റെ നാടയുടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ നിള ആ ഭാഗത്തേക്ക് നോക്കുന്നത്. നിള നോക്കിയ ഭാഗത്തേക്ക് നമ്മുടെ നിച്ചുവും കിച്ചുവും നോക്കി. വിഷ്ണുവിനെ കണ്ട നീലയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വിഷ്ണുവിനെ കണ്ട ബാക്കി 3 പേരുടെയും ദേഷ്യം കൂടാനും. ഉടനെ തന്നെ നില വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി. ഇത് കണ്ട 3 പേരും ഒന്ന് ചെറുതായി പകച്ചു. അവർ ഒന്ന് അച്ഛനമ്മമാരെ നോക്കിയതിനു ശേഷം അവരുടെ പുറകെ തന്നെ പോയി. കുഴപ്പമില്ലടാ, എനിക്കറിയല്ലേ, നീ ഹാപ്പി ആയിരിക്കും. അത് മാത്രം എൻ്റെ ആഗ്രഹം. യു ആർ ഹാപ്പി, ഞാൻ ഹാപ്പി. ഓക്കെ, ഞാൻ പോവാ. സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ ഒന്ന് വിട്ടേക്ക്. അത് അന്യന്റെ ഭാര്യയാണ്. അന്യന്റെ ഭാര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ണോട് ഞങ്ങൾ നിൽക്കായിരിക്കും. പക്ഷേ നാട്ടുകാര് എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. നില മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വെറുതെ നിന്റെ പാവ അച്ഛനും അമ്മയ്ക്കും ചീത്തപ്പേരുണ്ടാക്കി വെക്കണം മോളെ നില. എന്താ വിഷ്ണു, ജയിച്ചില്ലേ നീ? പോട്ടെ, തോറ്റുപോയല്ലേ, സങ്കടപ്പെടണ്ട. എന്നാ ചെയ്യാനാ? അല്ലെങ്കിലും നിലയ്ക്ക് വിധിച്ചത് ഉണ്ണിയേട്ടൻ തന്നെയാ. അത് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞ കാര്യം തന്നെ. എന്നിട്ടും നീയല്ലേ പ്രേമിച്ചേ? അനുഭവിച്ചോ. ഇപ്പൊ ആളെ വിട്ടുതരാൻ മാത്രല്ലേ നിനക്ക് കഴിഞ്ഞുള്ളൂ. നിന്റെ മുന്നേറ്റല്ലേ കുറച്ചു മുമ്പ് ഉണ്ണിയേട്ടൻ അവിടെ ഒരു തല കിട്ടിയത്? എന്തുകൊണ്ട് പിടിച്ചു മാറ്റിയില്ല? വായി. നീ പറഞ്ഞല്ലോ നിനക്ക് എന്നെ എന്നോട് വെറുപ്പാന്ന്. നീ വെറുത്തെന്ന് പറഞ്ഞ എനിക്കൊരു പുല്ലില്ലടി മോളെ. നീ എന്തിനാണ് നിന്ന് മോങ്ങുന്നത്? അവൻ പോന്ന കണ്ടാണോ? ഇത്രയ്ക്ക് കരയാൻ മാത്രം ഉള്ള ബന്ധമായോ നിങ്ങൾ തമ്മില്? നിർത്തി. നീ ആരാണ് നീ വിചാരിച്ചത്? നീ വിഷ്ണുവിനെ വരക്കുന്നുവെങ്കിലും എനിക്കും അവനൊരു പുല്ലുമില്ല. പിന്നെ നീ പറഞ്ഞ പോലെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് ഞാൻ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ആക്കിയല്ലോ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി പോയല്ലോ. നിന്നെ ഞാൻ വിശ്വസിച്ചല്ലോ ഒരു നിമിഷം എല്ലാം കൊണ്ടുവന്ന്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തന്നെയാ. നീ ഒരിക്കലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവില്ല, എന്റെ കസിൻ ആവില്ല, എന്റെ കസിൻ സിസ്റ്ററും ആവില്ല. എനിക്ക് നീ ഇനി ഒന്നും ഒരു ശത്രു മാത്രമാണ്. നീ പിന്നെ ഇതോർത്തിരുന്നത് കരയും. ഉറപ്പ് നിൽക്കാൻ ഈ ഞാനാ പറയുന്നത്. നിർത്തി ഒന്നാരം മോളെ. അവൾ എന്ത് ചെയ്തതാ നീ പറയുന്നേ? നീ ചെയ്ത ഒരു തെറ്റല്ലല്ലോ അല്ലേ? എന്നെ മറന്ന നീ അവൻ്റെ കൂടെ പോയപ്പോ അവള് സഹിച്ചിരുന്നില്ലേ? അത് തന്നെ വലിയ കാരുണ്യമാണ്. പിന്നെ ഇന്ന് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി നിനക്ക് അത് പൊട്ടിച്ചു കളയാൻ പറ്റി? നിനക്ക് പോണമെങ്കിൽ നീ പൊക്കോടി അവന്റെ പുറകെ. എനിക്ക് ഒരു കുന്തവും ഇല്ല. പക്ഷെ നാറാൻ പോകുന്നതേ നിന്റെ അച്ഛനും അമ്മയോ. അത് നീ ഓർത്തിട്ട് വേണം ഇപ്പൊ പോവാൻ. പറയും, കെട്ടിയ പെൺകുട്ടി അവളുടെ കാമുകന്റെ ഒളിച്ചോടിപ്പോയി. നല്ലതായിരിക്കും, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.
താൻ പറഞ്ഞ സത്യമാണോ? താനും ഞാനും പ്രണയിച്ചിരുന്നു 11 വർഷത്തോളം. തന്റെ പെങ്ങളും പിന്നെ നിത്യയും പറയുന്ന കേട്ടിട്ട് ഞാൻ എന്നെ ഒരുപാട് വെറുത്തു. അതെനിക്കറിയാം. തന്നോട് എനിക്കുള്ള ഒരു ആരാധനയാണോ? ആരാധന. പക്ഷെ അത് ഈ കുറച്ച് ഈ താലി താൻ്റെ കരുതി കെട്ടുന്നിടം വരെ ഇപ്പൊ എനിക്ക് തന്നോട് വെറുപ്പ് മാത്രം. ഈ താലി കെട്ടിന്ന് പറഞ്ഞു എന്റെ ഭർത്താവാകാനോ എന്നെ കയറി ഭരിക്കാനോ താൻ വരണ്ട. എനിക്ക് നിങ്ങളെ മൂന്നിനെ ഇഷ്ടമല്ല. ഐ റിയലി ഹേറ്റ് യു. അത് കഴിഞ്ഞിട്ട് എന്തായി? അത് കഴിഞ്ഞിട്ട് എല്ലാം സോൾവ് ആയോ? ഇപ്പോ അവരെന്റെ സുഖമായിട്ടാണോ ജീവിക്കുന്നത്? എവിടുന്ന് സുഖമായിട്ട് ജീവിക്കാനാ? അന്ന് അവള് പൊട്ടിത്തെറിച്ച് പോയി. വീട്ടുകാർക്ക് എല്ലാവർക്കും എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവർക്കൊരു വിഷമായിരുന്നു. അവരോട് ഞാനും കിച്ചും എല്ലാം തുറന്നു പറഞ്ഞപ്പോ നിലയുടെ അച്ഛനും അമ്മയും അവളെ ഒത്തിരി കുറ്റപ്പെടുത്തി, ഒത്തിരി വഴക്ക് പറഞ്ഞു. അന്ന് അവളെല്ലാം കൊണ്ട് നല്ല കരച്ചിലുണ്ടാവണമെന്നും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ട്. ഓ, കുഞ്ഞുണ്ടല്ലേ? അന്നേരം ഹാപ്പി ആയിട്ടായിരിക്കല്ലോ അവിടെ ജീവിക്കുന്നത്. വലിയ പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരിക്കല്ലോ. കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ അത് ഹാപ്പി അല്ലടാ. ആ കുഞ്ഞുണ്ടാവാൻ കാരണം ഇറ്റ്സ് ഫോഴ്സ്ഡ്. അന്ന് റൂമിൽ കയറി ചെന്ന ഉണ്ണിയേട്ടനോട് നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെട്ടു. അന്ന് ഉണ്ണിയേട്ടൻ്റെ ദേഷ്യത്തിന് സംഭവിച്ചതാ അമ്പാടി. ഫോഴ്സ്ഡ് ആയിരുന്നു. അന്നേരം ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴും അവർ ഓക്കെ ആയില്ല? രണ്ടുപേരും ഹാപ്പി ആയില്ല? ഇല്ല, അവർ ഓക്കെ ആയില്ല. ആ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് അഞ്ജു. കാരണം അവന്റെ പേരൻസിന്റെ സ്നേഹം ഒരുപോലെ കിട്ടുന്നില്ലടാ. അച്ഛനെടുത്തോളപ്പോ അമ്മ എടുത്തില്ല, അമ്മ എടുത്തോളപ്പോ അച്ഛനില്ല. അവന് വേണ്ടത് രണ്ടുപേരുടെ സ്നേഹമാണ്. അത് രണ്ടുപേരും ഒരുപോലെ കൊടുക്കുന്നില്ല. അവർ തമ്മിലുള്ള ഉണ്ണിയുടെ മുഖത്ത് പോലും നോക്കാറില്ല. ഇപ്പൊ ഒരു ഫാമിലി ഫോട്ടോയ്ക്കകത്ത് അവർ രണ്ടുമില്ല. അതൊരു ഫാമിലി ഒന്നും പറയാൻ പറ്റില്ല. അമ്പാടിക്ക് എന്തോ ഒരു സങ്കടമാണെന്നറിയോ? അമ്പാടിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം അവനൊരു കുഞ്ഞനിയനോ അനിയറ്റോ വേണമെന്ന്. പക്ഷേ അതിന് നിലയും സമ്മതിക്കില്ല, ഉണ്ണിയേട്ടനും സമ്മതിക്കില്ല. നിലയ്ക്ക് ക്ഷമിച്ചൂടെ? അതിന് മാത്രമുള്ള തെറ്റൊന്നും നിന്റെ ഉണ്ണിയുടെ ചെയ്തില്ലല്ലോ. പിന്നെന്താ? എടാ, ശരിക്കും അവക്ക് ഉണ്ണിയേട്ടനോടല്ല വെറുപ്പ്, അവക്ക് എന്നെയാണ് ഇഷ്ടമല്ലാത്തത്. അതാ അവളെന്റെ മുഖത്തോട്ട് പറഞ്ഞു. ഇനി അവളുടെ ലൈഫിൽ ഞാനെന്നൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ സിസ്റ്ററോ ഒന്നും അവളുടെ ലൈഫിൽ കാണില്ല എന്ന്. അതെനിക്ക് പറയാ, നമ്മള് നേരത്തായിട്ട് സ്നേഹിച്ചിട്ട് ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ആ ഉണ്ടാവുന്നൊരു ഫീല്, ആ വേദന ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് സഹിക്കാൻ ഒക്കില്ല എനിക്ക്. അവള് എന്നോട് സ്നേഹത്തിൽ പോലും സംസാരിച്ചിട്ടില്ല. അവളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്നേഹത്തിൽ സംസാരിക്കുന്നത് ഉണ്ണിയുടെ അച്ഛനോടും അമ്മയോടോ പിന്നെ അമ്മാടിനോടും. അല്ലാതെ അവള് വലിയ ക്ലോസ്ഡ് ആയിട്ട് എന്തിനാ സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും അവള് മിണ്ടില്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പൊ അവള് പാവമായിരുന്നു ഞങ്ങളുടെ നില. പക്ഷെ ഇപ്പോ പാവമല്ല. സോറിയുടെ അമ്മത്തെ, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. സോറി, നീ വിഷമിക്കണ്ട. അവളെന്തായാലും ഓക്കെ ആവും. ഇപ്പൊ ജീവിതകാലം മുഴുവനും ഒരാളോട് മിണ്ടായിരിക്കാൻ പറ്റുമോ? കാരണം ഇത്രയും വർഷം ഒരുമിച്ചിടന്നിട്ട് പെട്ടെന്നൊരു സാഹചര്യത്തിൽ മിണ്ടായിരുന്നു. അത് അപ്പോഴത്തെ ആ ടൈമിലുള്ള ഒരു ടെൻഡൻസി വെച്ചിട്ട് അവർ പിണങ്ങിയിരിക്കും, വർഷങ്ങളോടും പിണങ്ങിയിരിക്കും. ബട്ട് ഒരു പരിധിക്കുള്ള അവർക്ക് അത് പറ്റില്ലടോ. കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥമായിരുന്നു. ഇപ്പോ നിങ്ങളുടെ നിലയ്ക്ക് പകരം ഞാനാണല്ലേ നിങ്ങളുടെ കൂട്ട്. അഞ്ജു, എപ്പോഴാണേലും നിന്നോട് ഞാൻ പറയണ്ടേ എന്താ ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന്. അപ്പോ ഇച്ചിരി നേരത്തെ ആണെങ്കിൽ അത്ര ഓക്കെ അല്ലേ? കുഴപ്പമില്ലടാ, അവളും ഓക്കെ ആയിരിക്കല്ലേ? എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല.
അവിടെ ഉണ്ണേട്ടനോടൊന്ന് നേരെ ചോദിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നടാ. എനിക്കത് മാത്രമുള്ള ആഗ്രഹം, വേറൊന്നുമില്ല. വീണ്ടും സംസാരിക്കട്ടെ അല്ലേ? അപ്പോൾ നമുക്കങ്ങോട്ടേക്ക് പോയാലോ? ആ അഞ്ജു, എന്നാ നമുക്ക് പോവാം. കിച്ചു കിച്ചു എന്തേ? കിച്ചു എവിടെ ഇരിപ്പില്ലായിരുന്നു? ദൈവമേ, 1 2 3 4 5 ബോട്ടിലോ? ദൈവമേ, എടി കിച്ചു എന്തേ?